പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നു. വീണ്ടും ഇന്നലെ സംസാരിച്ച ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഞാൻ വരുന്നു. ഇന്നലെ പറഞ്ഞ് നിർത്തിയ ഭാഗം ഇതാണ്: ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന വാക്കിലാണ് ഞാൻ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ്. ആമേൻ. വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത് ഈ വരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് 1 കൊരിന്ത്യർ 12, 29, 30 വാക്യങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മ പ്രമാണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരടയാളമായി അന്യഭാഷ ഭാഷണത്തെ കണക്കാക്കാൻ സാധ്യമല്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ട്. അടുത്ത ഭാഗം ഇതിൻ്റെ എല്ലാം ആൻസർ അടുത്ത എപ്പിസോഡുകളിലായിരിക്കും നമുക്ക് കേൾക്കുവാൻ കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം ലോകം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടു തരികയാണ്. ഭാഷണത്തെക്കാൾ പ്രയോജനമുള്ളതും പ്രാധാന്യം അർഹിക്കുന്നതും പ്രവചനമാണ് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ശ്രദ്ധിക്കണം, അന്യഭാഷ എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ്. എന്നാൽ പ്രവചനവരം എന്ന് പറയുന്നത് ആമേൻ നിന്നെ വിവേചിക്കാനുള്ളതാണ്. നിന്നെ വിവേചിക്കുവാൻ, ബ്രദറെ നിന്നെ വിവേചിക്കാൻ, സഹോദരി നിന്നെ വിവേചിക്കാൻ, അഭിഷിക്തനെ നിന്നെ വിവേചിക്കാൻ, എന്നെ വിവേചിക്കുവാൻ പ്രവചനത്തിലൂടെ സാധിക്കുന്നു. ശ്രദ്ധിക്കണം, അന്യഭാഷ അടയാളത്തോടെ നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അന്യഭാഷ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ എന്ന് വിശുദ്ധ പൗലോസ് പ്രസ്താവിച്ചു എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന് 22 വാക്യത്തിൽ. അടുത്തത്, അന്യഭാഷ ഭാഷണം പോകുന്ന ഒരു സമയം വരും എന്ന് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് 1 കൊരിന്ത്യർ 13:8 വാക്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ ഈ വാക്കുകളിൽ ചോദ്യക്ഷരങ്ങളോടാണ് ഞാൻ മുന്നമേ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, ഇനി ഇതിൻ്റെ ആൻസറുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ വാക്കുകൾ ഒന്ന് വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14:2 പറയുന്നു, ആമേൻ, ഉദ്ധരിച്ചുകൊണ്ട്, എനിക്ക് പറയാൻ ഉള്ളത് അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യനോടല്ല ദൈവത്തോടത്രേ. അന്യഭാഷ ഭാഷണം എന്ന പദപ്രയോഗം ആമേൻ ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. ശ്രദ്ധിക്കണം, ഒരു വിശ്വാസി താൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ, ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു വിശ്വാസി താൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ. ഒരിക്കൽ ഒരു സായിപ്പ്, അമേരിക്കൻ മിഷണറി ഇന്ത്യയിൽ വന്നപ്പോൾ, ആ ഭാഗം ഇങ്ങനെയാണ്: അമേരിക്കയിൽ താൻ ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഭാഷ താൻ സംസാരിക്കുവാൻ തുടങ്ങി. ഇന്ത്യയിലെ ഒരു ഭാഷ. അന്ന് ഗൂഗിൾ ട്രാൻസ്ലേഷനോ യൂട്യൂബോ മലയാളത്തിൻ്റെ ഒന്നും അന്ന് മൊബൈലുകളോ മറ്റൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ വരാതിരിക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ഭാര്യയോ ആരും ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലാതിരിക്കുമ്പോൾ താൻ ആരാധനയിൽ മലയാളത്തിൽ താൻ അന്യഭാഷയിൽ മണിക്കൂറുകൾ ദൈവത്തോട് സംസാരിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. നിനക്കറിയാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പല കാര്യങ്ങൾ നിനക്കറിയാത്ത ഭാഷയിൽ ഞാൻ ദൈവവുമായി സംസാരിക്കുമ്പോൾ, ഞാൻ മലയാളവും സംസാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മറ്റ് എൻ്റെ കൂടെ ഇരിക്കുന്ന ജനത്തിന് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലായിരിക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇംഗ്ലീഷിൽ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു വാക്ക് വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ്. ഇത് ആരുടെയും കുത്തകയല്ല. ആമേൻ. ഒന്ന്, കർത്താവിനെ അംഗീകരിക്കപ്പെട്ട യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി അന്യഭാഷയിൽ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ആ പദം ഒന്ന് ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 2:6 ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മ പ്രേരിതരായി സംസാരിക്കുന്ന ഈ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകൃതിതമായ ഒരു പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഭൂമിയിലെങ്ങും അറിയപ്പെടാത്ത ഒന്നാകാം. 1 കൊരിന്ത്യർ
13:1 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ എന്തു ചെയ്യുന്ന പറഞ്ഞ് അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രിയ സ്നേഹിത, നീ അന്യഭാഷയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, എനിക്കത് വിഷയമല്ല. പക്ഷേ ദൈവവചനം പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു? അന്യഭാഷയിൽ അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 14:2. ഈ വാക്യം അടിസ്ഥാനപരമായി ഒരു വിധത്തിൽ ഗ്രഹിപ്പാൻ നമുക്ക് കഴിയും. അന്യഭാഷാ ഭാഷണം ദൈവത്തോടായിരിക്കുമ്പോൾ സംസാരിക്കുന്ന ആൾ ആത്മപ്രേരിതമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും പാടുകയും അപ്പോൾ ആമേൻ പാടുകയും അനുഗ്രഹിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ആയതിനാൽ പ്രിയ ശ്രോതാവേ, അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ വെറുതെ കലാപുല പറയുന്നതല്ല, അവൻ ദൈവത്തോട്, നീ അറിയാത്ത ഭാഷകളിൽ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. നാളെ വീണ്ടും കാണാം.